ഹായ് ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ യൂണിറ്റ് 3, അതായത് നമ്മുടെ സൈക്കോളജി ഫോർ നഴ്സസിൻ്റെ യൂണിറ്റ് 3 ആസ് പെർ യുവർ സിലബസ്. ഓക്കെ, യൂണിറ്റ് 3 എന്ന് പറയുന്നത് മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹൈജീൻ ആണ്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ അതിൻ്റെ പാർട്ട് 1, അതിൻ്റെ ആദ്യത്തെ അതിൻ്റെ കൺസെപ്റ്റ്സിനെ കുറിച്ച്, ഡെഫിനിഷൻസും കൺസെപ്റ്റ്സിനെ കുറിച്ചും, പിന്നെ നോർമൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മെൻ്റലി ഹെൽത്ത് പേഴ്സൺ, അത് നമ്മൾ മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സിലബസ് പ്രകാരം ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, തേർഡ് ചാപ്റ്ററാണ് നമ്മൾ യൂണിറ്റാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ ക്ലാസ്സാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ 5th യൂണിറ്റ് കംപ്ലീറ്റ്ലി ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 6th യൂണിറ്റ് നമ്മൾ ലാസ്റ്റത്തെ 2 ചെറിയ ടോപ്പിക്സ് ഒഴികെ ബാക്കി കംപ്ലീറ്റ് പോർഷൻസും എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമ്മൾ സൈക്കോളജിയിൽ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിലോട്ട് പോകുക. വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറുക, അതിൽ പ്ലേലിസ്റ്റിൽ പോകുക. അതിൽ ഓരോ സബ്ജക്ട്സും സെപ്പറേറ്റ് ആയിട്ട്, സൈക്കോളജി സെപ്പറേറ്റ്, സോഷ്യോളജി സെപ്പറേറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വീഡിയോസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എല്ലാ വീഡിയോസും, സൈക്കോളജിയുടെ മാത്രമായിട്ടും സോഷ്യോളജിയുടെ മാത്രമായിട്ടും എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഈസി ആയിട്ട് വീഡിയോസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാവും പറ്റും കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരാണെങ്കിൽ അത് കാണുക. പെൻഡിങ് ക്ലാസ്സുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടു പഠിക്കുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത് എൻ്റെ വാച്ച് അവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്. അതിന് ആക്ച്വലി അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട്, എൻ്റെ വാച്ച് അവേഴ്സ് കൂടും. പക്ഷേ ഡെഫിനറ്റ്ലി, കാരണം ഞാനും വെറുതെ അല്ലല്ലോ, അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. കാരണം ഐ എം ഡൂയിങ് ഹാർഡ് വർക്ക് ഫോർ ദിസ് വീഡിയോ. സോ യു ഷുഡ് വാച്ച് കംപ്ലീറ്റ്ലി. ഐ ലൈക്ക് you should watch this video completely. Okay, അതിന് പുറമെ അതിനേക്കാളൊക്കെ എനിക്ക് വേണ്ടത്, നിങ്ങൾ ഒരു ചാനലിൽ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് പഠിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അതിൻ്റെ ഒരു സൈഡ്, പിന്നെ ഒരു നടുഭാഗം, പിന്നെ ബാലൻസ്, അങ്ങനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തില്ല. ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു ഷുഡ് ഗെറ്റ് ഡീപ്പ് നോളജ് ഇൻ ദാറ്റ് വൺ. Okay, so don't skip the video. Try to watch completely. If you have, whenever you are having time, that time only you should watch and study. For simple reference you can skip the video, but if you are really interested to study, you should study and watch this video completely. And if you like the video, please press the like button. If you didn't subscribe and if you feel this channel is useful, please subscribe our channel and write your opinion and corrections or suggestions in your messages, okay, through the chats. Okay, then please recommend for your friends also, and please recommend this channel for your friends also. Okay, we will start. അപ്പോൾ ഇന്ന് നമ്മൾ ചാനലിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ സിലബസിലെ അടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമലി ഒരു വ്യക്തി എങ്ങനെയാണ്, നോർമലി മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുവർ മെൻ്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ് ഉള്ള, അല്ലെങ്കിൽ മെൻ്റലി ഹെൽത്തി അല്ലാത്തൊരു വ്യക്തിയുടെ സ്വഭാവം, അല്ലെങ്കിൽ സയൻസ് എന്തൊക്കെ വാർണിംഗ് സയൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ അതായത് കുഞ്ഞു കുട്ടികൾ മുതൽ അപ്പൂപ്പനും അമ്മൂമ്മ വരെയുള്ള എല്ലാവർക്കും ഒരേപോലത്തെ സയൻസ് ആൻഡ് സിംറ്റംസ് അല്ല അവിടെ കാണുന്നത്. പകരം അവിടെ വ്യത്യാസമുണ്ട്. ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട്. ആ ഏജ് അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അങ്ങനെ ഒരുപാട് നിങ്ങൾ കാണാതെ ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഓരോ ഏജ് അനുസരിച്ച് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നതെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക, എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സിംറ്റംസ് ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് വേരി ഡിപ്പെൻഡിങ് ഓൺ ടൈപ്പ് ആൻഡ് സിവിയാരിറ്റി ഓഫ് കണ്ടീഷൻ. അതായത് ഏത് തരം കണ്ടീഷൻ, സൈക്കോസിസ് ആണോ, ന്യൂറോസിസ് ആണോ, അങ്ങനെ പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ സൈക്യാട്രി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഏത് തരം ഡിസീസ് കണ്ടീഷനാണ് ആ ഒരു വ്യക്തിക്ക് ഉള്ളത്, അതിൽ ഏത് ടൈപ്പാണ് എന്നതൊക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ്, അല്ലെങ്കിൽ സയൻസും സിംറ്റംസും അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ എന്ത് ചെയ്യും, വ്യത്യാസമായിരിക്കും. ഓക്കെ, സം ജനറൽ സിംറ്റംസ് മേ സജസ്റ്റ് എ മെൻ്റൽ ഡിസോർഡർ. അതായത് പക്ഷേ ഇവിടെ നമ്മൾ പഠിക്കുന്നത്, ആസ് യു ആർ എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ് ഓർ ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻറ്റ്, യു ആർ സ്റ്റഡിങ് ദ നോർമൽ സൈക്കോളജി ഓഫ് എ പേഴ്സൺ, അല്ലേ. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മളവിടെ ഒരു കോമൺ ആയിട്ട് എല്ലാ ഡിസീസസിലും കാണുന്ന സിംറ്റംസ് ആണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോ ഏജ് വൈസാണ് പറയുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് വളരെ യങ്ങറായിട്ട്, വളരെ കുഞ്ഞു കുട്ടികൾ, ഒരു 10 വയസ്സിൻ്റെ താഴെയുള്ള ആ ഒരു ഏജിനുള്ള കുഞ്ഞു കുട്ടികൾ, 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക്, ഇഫ് ദേ ഹാവ് എനി സൈക്കാട്രിക് ഇൽനെസ് ഓർ പുവർ മെൻ്റൽ ഹെൽത്ത്, ദേ വിൽ ബി ഷോയിങ് ദീസ് സൈൻസ് ആൻഡ് സിംറ്റംസ്. ടിൽ ഹിയർ
ഓക്കെ, ദീസ് സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ് അവർ കാണിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ചേഞ്ചസ് ഇൻ സ്കൂൾ പെർഫോമൻസ്. അതായത് കുട്ടികൾക്ക് കൃത്യമായിട്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ്സുകളിൽ 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവർക്ക് മറ്റ് ടെൻഷൻസ് ഒന്നുമില്ല. ആക്ച്വലി ദേ ഹാവ് ടു ഗിവ് ഫുൾ കോൺസെൻട്രേഷൻ ഇൻ ദ ക്ലാസ്. അല്ലെ, ക്ലാസ് ആകുമ്പോൾ ക്ലാസ്സിൽ സ്കൂളിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, നന്നായിട്ട് പെർഫോം ചെയ്യണം ഇഫ് ദേ ഹാവ് ഗുഡ് മെൻ്റൽ ഹെൽത്ത്. അപ്പോൾ എന്തെങ്കിലും സ്കൂൾ പെർഫോമൻസിൽ ചേഞ്ചസ് ആണ് നമ്മൾ ആദ്യമായിട്ട് അവരിൽ നോട്ട് ചെയ്യുന്നത്, അല്ലേ. പിന്നെ പുവർ ഗ്രേഡ് ഡെസ്പൈറ്റ് സ്ട്രോങ് എഫേർട്ട്. അതായത് നന്നായിട്ട് ശ്രമിച്ചു പഠിക്കുന്നുണ്ടെങ്കിലും അവർക്ക് മാർക്ക് കുറഞ്ഞ് കിട്ടുക. അപ്പോൾ അവിടെ എന്തൊക്കെയോ ചെറിയ മെൻ്റൽ, അതായത് അങ്ങനെയുള്ള കുട്ടികൾ എല്ലാവരും പുവർ മെൻ്റൽ ഹെൽത്ത് എന്നല്ല. ചിലപ്പോൾ അവർക്ക് അവരുടെ ഇൻ്റലിജൻസ് പവർ കുറവായതുകൊണ്ടും അവർക്ക് അങ്ങനെ പുവർ ഗ്രേഡ് കിട്ടാം. ഓക്കെ, പക്ഷെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യും, അവർ നോട്ട് ചെയ്യും സംതിങ് റോങ് വിത്ത് ദാറ്റ് ചൈൽഡ് എന്ന് നമ്മൾ നോട്ട് ചെയ്യും. പുവർ ഗ്രേഡ് കിട്ടുന്നു. പിന്നെ എക്സസീവ് വറിയിങ് ഓർ എക്സസീവ് ആൻസൈറ്റി, പെട്ടെന്ന് പേടി, ഭയങ്കരമായിട്ടുള്ള പേടി, എക്സസീവ് ആയിട്ടുള്ള ടെൻഷൻ, അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടം വരിക, അതൊക്കെ ഒരു പുവർ മെൻ്റൽ ഹെൽത്തിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. അതുപോലെ ചില കുട്ടികളാണെങ്കിലോ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതായത് നമ്മൾ ചിലപ്പോൾ പറയും, കുട്ടികളോട് നമ്മൾ പറയും യു ഷുഡ് സിറ്റ് ദർ, യു ഷുഡ് നോട്ട് ടോക്ക് നൗ, യു ഷുഡ് നോട്ട് ഡു ദാറ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ കുട്ടികൾ തരും അവർ ഹൈപ്പർ ആക്റ്റീവ്, എക്സ്ട്രീം ആക്ടിവിറ്റി ആയിരിക്കും. സോ ദാറ്റ് ഓൾസോ ഇസ് എ വൺ സൈൻ ഓഫ് പുവർ മെൻ്റൽ ഹെൽത്ത്. whenever we are instructing them, they should follow. That is normal mental health. If they are not ready to obey others, then it is hyperactive. Okay, that also sign of poor mental health. അതുപോലെ തന്നെ പേഴ്സിസ്റ്റന്റ് നൈറ്റ് മെയർസ്, അതായത് രാത്രി പെട്ടെന്ന് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നമ്മുടെ കുഞ്ഞു കുട്ടികളാവുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് അവർ സ്വപ്നം കാണും, അതും പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണും, അത് ഉറപ്പാണ്. അവരുടെ മനസ്സിൽ പകൽ എപ്പോഴും എന്തെങ്കിലും ഒരു പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പതിങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി സീയിങ് നൈറ്റ് മെയർസ്, പേടിച്ചുണരുക, അല്ലെ, സ്വപ്നങ്ങൾ കാണുക, വിയർക്കുക, കരയുക, അങ്ങനെയുള്ള ചെറിയ, പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ സിംറ്റം ഓഫ് പുവർ മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, അതുപോലെ പേഴ്സിസ്റ്റന്റ് ഡിസൊബീഡിയൻസ്, അതായത് കുട്ടികളാവുമ്പോൾ അവർ അനുസരണക്കേട് കാണിക്കും. ഡിസൊബീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരണക്കേട്, അല്ലെങ്കിൽ ദേഷ്യം വരിക, ഇതൊക്കെ കാണിക്കുന്നതാണ് നോർമലി എല്ലാ കുട്ടികളും കാണിക്കുന്നത്. പക്ഷെ അത് കണ്ടിന്യൂസ്ലി കാണിക്കുമ്പോൾ അത് നമ്മളവിടെ എന്ത് ചിന്തിക്കണം, പേഴ്സിസ്റ്റന്റ് കണ്ടിന്യൂസ്ലി നമ്മുടെ അവിടെ ഒരു ഡിസൊബീഡിയൻസോ അല്ലെങ്കിൽ അഗ്രസീവ് ബിഹേവിയറോ കാണുകയാണെങ്കിൽ വി ഷുഡ് നോട്ട് ഇറ്റ് ഡൗൺ. ഇറ്റ് ഇസ് എ വാർണിംഗ് സൈൻ ഓഫ് പുവർ മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, പുവർ മെൻ്റൽ ഹെൽത്ത്. അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് ടെമ്പർ ടാൻട്രം, അതായത് കണ്ടിന്യൂസ് പെട്ടെന്ന് ദേഷ്യം വരിക, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു നിലയിലോട്ട് ടെമ്പർ ടാൻട്രം ആകുക, അതിനെയാണെങ്കിൽ അതും എന്താണ്, വാർണിംഗ് സൈൻസ് ഓഫ് പുവർ മെൻ്റൽ ഹെൽത്ത്. ദീസ് ആർ ദ വാർണിംഗ് സൈൻസ് ഓഫ് പുവർ മെൻ്റൽ ഹെൽത്ത് ഇൻ യങ് ചിൽഡ്രൻ. 10 വയസ്സിന് താഴോട്ടുള്ള കുഞ്ഞു കുട്ടികളിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമുക്ക് 10 വയസ്സിന് മുകളിലോട്ട് ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾക്കുണ്ടാകുന്ന സിംറ്റംസ് നോക്കാം. ഓക്കെ, എന്തൊക്കെ വാർണിംഗ് സൈൻസ് ആണ് അവർക്കുണ്ടാകുന്നത് നോക്കാം. ഫസ്റ്റ് വേണം, അതാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അബ്യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, മദ്യപിക്കുക, ആവശ്യമില്ലാത്ത ഡ്രഗ്സിൻ്റെ ഉപയോഗം, അതൊക്കെ ഉണ്ടാകുക, അത് ഇൻഡിക്കേറ്റിംഗ് പുവർ മെൻ്റൽ ഹെൽത്ത്. അതുപോലെ ഇനബിലിറ്റി ടു കോപ്പ് വിത്ത് ഡെയിലി പ്രോബ്ലംസ് ആൻഡ് ആക്ടിവിറ്റി, നമ്മുടെ റുട്ടീൻസുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക, ഡെയിലി ആക്ടിവിറ്റീസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക, അതൊക്കെ എന്താണ് ഓൾഡർ ചിൽഡ്രനിലും അഡോളസൻസിലും പുവർ മെൻ്റൽ ഹെൽത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ സ്ലീപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, നന്നായിട്ട് ഉറങ്ങുകയും നന്നായിട്ട് ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ആഹാരം നന്നായിട്ട് കഴിക്കാതെ വരുന്നു, ആഹാരത്തിനോട് വെറുപ്പ് വരുന്നു, ആഹാരം കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വരുന്നു, സമയത്തിന് ഉറങ്ങുന്നില്ല, വളരെ നേരത്തെ ഉണരുന്നു, അങ്ങനെയുള്ള ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അതും എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, പുവർ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ്. അതുപോലെ ഫിസിക്കൽ പ്രോബ്ലംസ്, എക്സസീവ് കംപ്ലൈൻറ്റ്സ്, നോർമലി ചെറിയ ചെറിയ കംപ്ലൈൻറ്റ്സ് ഉണ്ടാകും, സ്റ്റിൽ അവിടെ എക്സസീവ് കംപ്ലൈൻറ്റ്സ് ഓഫ് ഫിസിക്കൽ പ്രോബ്ലംസ് വരുന്ന, കാര്യമില്ലാതെ തന്നെ ചെറിയ ചെറിയ പ്രോബ്ലംസ് പോലും എക്സസീവായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ പ്രോബ്ലംസ് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, എനിക്ക് അവിടെ വേദനിക്കുന്നു, വയറ് വേദനിക്കുന്നു, കാല് വേദനിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാകും, കണ്ടിന്യൂസ് ആവും കംപ്ലൈൻറ്റ്, ബിക്കോസ് വിത്തൗട്ട് എനി എക്സാക്ട് റീസൺ ഇഫ് ദേ ആർ കംപ്ലൈനിങ് ഫിസിക്കൽ പ്രോബ്ലംസ് excessively, then we should note it down. It's a warning sign of poor mental health. അതുപോലെ ഡിഫൈങ് അതോറിറ്റി, സ്കിപ്പിംഗ് സ്കൂൾ, സ്റ്റീലിംഗ് ഓർ ഡാമേജിങ് പ്രോപ്പർട്ടി, മറ്റ് വസ്തുവകകൾ നശിപ്പിക്കുക, സ്കൂളിൽ പോകാതിരിക്കുക, മറ്റുള്ളവരെ എതിർക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വാർണിംഗ് സൈൻസ് ഓഫ് പുവർ മെൻ്റൽ ഹെൽത്ത് ആണ്. അതുപോലെ ഇൻറ്റൻസ് ഫിയർ ഓഫ് ഗെയിനിങ് വെയിറ്റ്, അതായത് ഞാൻ വെയിറ്റ് കൂടുന്നുണ്ട് ഭയങ്കര പേടി, അതായത് നമുക്ക് വെയിറ്റ് കൂടുമ്പോൾ ചെറിയ അയ്യോ എനിക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ, അത് നമ്മുടെ ഏജിൽ മീൻസ് അഡൾട്ട് ആവുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് വരുമ്പോൾ അയ്യോ എന്തെങ്കിലും ഡിസീസ് ആണോ എന്നുള്ള പേര്. പക്ഷെ
കുഞ്ഞു കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വെയിറ്റ് കൂടുന്ന അത്രയും പേടിക്കേണ്ട കാര്യമില്ല. അതിന് ഭയങ്കരമായിട്ട് പേടിക്കുകയാണെങ്കിൽ അതൊരു വാർണിംഗ് സൈൻ ഓഫ് പുവർ മെൻ്റൽ ഹെൽത്ത് ആണ്. നെക്സ്റ്റ്, ലോങ് ലാസ്റ്റിംഗ് നെഗറ്റീവ് മൂഡ്. എപ്പോഴും ഒരു വിഡ്രോവൽ സിംറ്റംസ്, ആരുമായിട്ടൊന്ന് കൂട്ടുകൂടാതെ, വിശപ്പില്ലാതെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക, നെഗറ്റീവ് മൂഡ് ഉണ്ടാവുക, അത് വാർണിംഗ് സൈൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആണ്, പുവർ മെൻ്റൽ ഹെൽത്ത് ആണ്. അതുപോലെ ഔട്ട് ബേസ്റ്റിംഗ് ഓഫ് ആങ്കർ, പെട്ടെന്ന് ദേഷ്യം വരിക, ഫ്രീക്വൻറ്റ് ഔട്ട് ബേസ്റ്റ് ഓഫ് ആങ്കർ. ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ദേഷ്യമുള്ള സിറ്റുവേഷൻസ് വരും, പക്ഷെ എപ്പോഴും ആ ഒരു അവസ്ഥയിൽ നിലനിൽക്കുക. ഫ്രീക്വൻറ്റ് ഔട്ട് ബേസ്റ്റ് ഓഫ് ആങ്കർ ആണെങ്കിൽ ദാറ്റ് ഓൾസോ ഇൻഡിക്കേറ്റിംഗ് ഇറ്റ്സ് എ സൈൻ ഓഫ് പുവർ മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താണ് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ അല്ലെങ്കിൽ അഡോളസെന്റ്, ടീനേജിനുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ്, വാർണിംഗ് സൈൻസ്. നെക്സ്റ്റ്, അഡൾട്ടിലാകുമ്പോൾ അത് വ്യത്യാസം വരുന്നു. അവിടെ അവർ പക്വതയുള്ള, അഡൾട്ട് എന്ന് പറയുമ്പോൾ വളരെ പക്വതയുള്ള ഏജാണ്. ആ സമയത്ത് കൃത്യമായിട്ട് അവർ എല്ലാം തിങ്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. പക്ഷെ അവർക്ക് കൺഫ്യൂസ്ഡ് തിങ്കിങ് ഉണ്ടാവുക, ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സാഡ്നെസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ മൂഡ് ഉണ്ടാവുക, എക്സ്ട്രീം ഹൈ അല്ലെങ്കിൽ ലോ, എക്സ്ട്രീം ഹൈ മൂഡ്, ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര സാഡ്, ഇതുപോലെയുള്ള എക്സ്ട്രീം മൂഡ് ചേഞ്ചസ് ഉണ്ടാകുക. എക്സസീവ് ഫിയർ, അഡൾട്ട് എന്ന് പറയുമ്പോൾ ദർ അഡൾട്ട് ലൈക്ക് മെച്യൂർ പേഴ്സൺ ആണ്. അവർക്ക് ഒരുപാട് പേടിയൊന്നും വരേണ്ട കാര്യമില്ല. ഹൊറർ മൂവി കണ്ടാലും എന്ത് തന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത്ര പേടി, കാരണം അവർക്ക് അറിയാം എക്സാക്ട് റിയാലിറ്റി എന്താണെന്ന് അവർക്ക് അറിയാം. പക്ഷെ അവിടെ എക്സസീവ് ഫിയറും ടെൻഷനും ആങ്സൈറ്റിയും സോഷ്യൽ വിഡ്രോവലും ഒക്കെ വരികയാണെങ്കിൽ അതും ഇൻഡിക്കേറ്റിംഗ് എന്ത് ചെയ്യുന്നതാണ്, പുവർ മെൻ്റൽ ഹെൽത്ത് ആണ്. അതുപോലെ ഈറ്റിംഗ് ഹാബിറ്റ്സിലും സ്ലീപ്പിംഗ് ഹാബിറ്റ്സിലും ചേഞ്ചസ് ഉണ്ടാകുന്നു. സ്ട്രോങ് ഫീലിങ്സ് ഓഫ് ആങ്കർ, ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട്. ഒരു ദേഷ്യം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് മാറാൻ, നോർമലി നമുക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ നമുക്ക് അത് മാറണം. അത് മാറിയില്ല എങ്കിൽ ഇത് ഇൻഡിക്കേറ്റ്സ് ഇൻ പുവർ മെൻ്റൽ ഹെൽത്ത് ഇൽനെസ്. ഓക്കെ, അല്ലെങ്കിൽ പുവർ മെൻ്റൽ ഹെൽത്ത്. അതുപോലെ ഡെല്യൂഷൻസ് ഓർ ഹാലൂസിനേഷൻസ്, അതായത് നമ്മൾ ഇല്ലാത്ത സൗണ്ടുകൾ കേൾക്കുക, ആരും തൊടാതെ തന്നെ എന്നെ ആരോ തൊട്ടു എന്ന് പറയുക, ഒരു മണവും ഇല്ലാത്ത സമയത്തിന് ഒരു മണം എന്ന് പറയുക, അല്ലെങ്കിൽ തറയിൽ ഒരു ചരട് കിടക്കുമ്പോഴത്തേക്ക് അത് പാമ്പാണെന്ന് പറയുക. നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞ് മാറ്റിക്കാൻ, അതുപോലെയുള്ള അതാണ് പെർസെപ്ഷണൽ ഡിസോർഡേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ. ഓൾട്ടറേഷൻ ഈസ് പെർസെപ്ഷൻ ആണ് ഇതൊക്കെ. അപ്പോൾ അതുപോലെയുള്ള സിംറ്റംസ് ഉണ്ടാകുക. അതുപോലെ ഡെയിലി ഉള്ള പ്രോബ്ലംസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരിക, മരണത്തെക്കുറിച്ച്, സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ സ്വന്തം പ്രോബ്ലംസിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അതുപോലെ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷനും ഇല്ലാത്ത ഫിസിക്കൽ പ്രോബ്ലംസ് പറയുക. നമ്മുടെ അഡോളസൻസിലും ഓൾഡർ ചിൽഡ്രനിലും കണ്ടതിൻ്റെ സിവിയാരിറ്റി, അല്ലെങ്കിൽ അബ്യൂസ് ഓഫ് ഡ്രഗ്സ്, അതായത് ചെറിയ ചെറിയ തലവേദനകൾക്ക് തന്നെ കണ്ടിന്യൂസ് ഗുളിക കഴിക്കുക, ഡ്രഗ് അബ്യൂസ് ഉണ്ടാവുക, ടെൻഷൻ മറക്കാനെന്ന് പറഞ്ഞ പേരിൽ ആൽക്കഹോൾ കഴിക്കുക, ഇതൊക്കെ എന്താണ്, ഇറ്റ്സ് ഇൻഡിക്കേറ്റിംഗ് ദീസ് ആർ ദ വാർണിംഗ് സൈൻസ് ഓഫ് പുവർ മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, പുവർ മെൻ്റൽ ഹെൽത്തിൻ്റെ വാർണിംഗ് സൈൻസ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ആ വാർണിംഗ് സൈൻസ് നിങ്ങൾക്ക് തന്നെ കോമൺ ആയിട്ട് ഓരോ ഏജിനനുസരിച്ച് ചിന്തിച്ചെഴുതാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക, അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അത് ഒരുപാട് അങ്ങ് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞ് സ്വയം സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുകുട്ടികളുണ്ടെങ്കിൽ അവരിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ടീനേജ് കുട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയോ അപ്പൂപ്പൻ്റെയോ ഒക്കെ അവരുടെ പ്രായത്തിലുള്ളവർക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്. അപ്പോൾ ആ ഓരോ ചേഞ്ചസ് നോക്കി എഴുതുക. ഇനി അടുത്തുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എസ്സേയാണ് പ്രൊമോട്ടീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെൻ്റൽ ഹെൽത്ത് സ്ട്രാറ്റജീസ്. അതായത് നിങ്ങൾ ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗിൽ FON ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗിൽ നിങ്ങൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് എസ്സേ പഠിക്കുന്നുണ്ടാവും. ലെവൽസ് ഓഫ് പ്രിവെൻഷൻ നിങ്ങൾ പഠിച്ചോ എന്നെനിക്കറിയത്തില്ല. ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗ് 1 നിങ്ങളുടെ ഫണ്ടമെൻ്റൽസ്, അതായത് നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെ പഠിക്കുന്ന FON 1 തന്നെ നിങ്ങൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട് പ്രിമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ഓക്കെ, ടെർഷ്യറി പ്രിവെൻഷൻ. ഇങ്ങനെ 4 ലെവൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് വരുന്നത് എന്നുള്ളതെല്ലാം എക്സ്പ്ലനേഷനോടെ നമ്മൾ എസ്സേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സെയിം ലൈക്ക് ദാറ്റ് അവിടെ നമ്മൾ പഠിക്കുന്നത് നോർമലി നമ്മുടെ ക്ലിനിക്കൽ കണ്ടീഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നോർമൽ ഫിസിക്കൽ പ്രോബ്ലംസിന് വേണ്ട പ്രിവെൻഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും റീഹാബിലിറ്റേഷനും ഒക്കെയാണ് അവിടെ വരുന്നത്. ഇവിടെ സൈക്കോളജിയിൽ വരുമ്പോൾ ഹിയർ ഓൾസോ വി ഹാവ് ടു ടേക്ക് ആൻ ആക്ഷൻ ഫോർ പ്രിവെൻഷൻ, അല്ലേ? നമുക്ക് സൈക്കാട്രിക്കൽ പ്രോബ്ലംസ് വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ എടുക്കണം. എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള വഴി നോക്കണം. നമുക്ക് അസുഖങ്ങളൊന്നും വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ
നോക്കണം. ആ ലെവൽസ് ഓഫ് പ്രിവെൻഷനാണ് ഈ ഒരു ഇച്ചിരി വാസ്റ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബട്ട് ഐ വിൽ റീഡ് എവറിത്തിങ്. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും. പക്ഷേ നിങ്ങളിതെല്ലാം കാണാതെ പഠിക്കേണ്ട. നിങ്ങൾ ചുരുക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കുന്ന പോയിന്റ്സ് ഒന്ന് ലെക്ചർ നോട്ടായിട്ടൊന്ന് കുറിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾ സ്വന്തം വാചകത്തിൽ എക്സാമിന് വേണ്ടി പഠിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഐ എം ഓൾവേസ് റെഫറിങ് സൈക്കാട്രി ശ്രീവാണി ബുക്ക്. ഓക്കെ, ആർ ശ്രീവാണിയുടെ സൈക്കോളജിയാണ്. സൈക്കാട്രി പഠിപ്പിക്കുമ്പോഴത്തേക്കും ഞാൻ അത് തന്നെയാണ്, ആർ ശ്രീവാണിയുടെ സൈക്കാട്രി ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ പഠിപ്പിക്കുക. പിന്നെ ആ സമയത്ത് വേണമെങ്കിൽ അഡീഷണലി എന്തെങ്കിലും ടോപ്പിക്സിന് റെഫർ ചെയ്യണമെങ്കിൽ മാത്രമേ മറ്റ് ബുക്സുകളിലോട്ട് പോകാറുള്ളൂ. മെയിനായിട്ട് ആർ ശ്രീവാണി ഈസ് എ ബെസ്റ്റ് ബുക്ക് ഫോർ സൈക്കോളജി ആൻഡ് സൈക്കാട്രി. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആർ ശ്രീവാണി വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതിലെ നോട്ട്സ് പിന്നെ എക്സ്പ്ലനേഷൻ മാത്രമാണ് ഞാൻ തരുന്നത്. എക്സ്പ്ലനേഷനാണ് ഞാൻ തരുന്നത്. ഓക്കെ, ക്ലിയർ ആയിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരിക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ നോക്കാം, നമുക്ക് എന്താ നോക്കാം. പ്രൊമോട്ടീവ് ആൻഡ് പ്രിവെൻറ്റീവ് മെൻ്റൽ ഹെൽത്ത് സ്ട്രാറ്റജി. ഒരു ഡിസീസസ്, മെൻ്റൽ ഹെൽത്ത് ഡിസീസസ് വരാതിരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ നോർമൽ മെൻ്റൽ ഹെൽത്തിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇൻ ദ 1960s സൈക്കാട്രിസ്റ്റ് ജെറാൾഡ് കെപ്ലാൻ, ഓക്കെ, ആരാണ്? ജെറാൾഡ് കെപ്ലാൻ described levels of prevention specific to psychiatry. Okay, levels of one word question ആണ്. സൈക്കാട്രിയുടെ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആരാണ് ഡിസ്ക്രൈബ് ചെയ്തത്? ഹീസ് എ സൈക്കാട്രിസ്റ്റ് ഇൻ ദ 1960. Who described about levels of prevention in psychiatry? Gerald Kaplan. One word question ആണ്. He described primary prevention as an effort directed towards reducing the incidence of mental health disorders in the community. അതായത് നമ്മുടെ സമൂഹത്തിൽ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിൻ്റെ ഇൻസിഡൻസ്, അവയുടെ റേറ്റ്, അവയുടെ ഉത്ഭവം അത് കുറയ്ക്കുക. എത്ര ആൾക്കാർക്ക് മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നു, അതിനാണ് ഇൻസിഡൻറ്റ് റേറ്റ് എന്ന് പറയുന്നത്. ആളുകൾക്ക് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് വരാതെ തടയുക, അതാണ് പ്രൈമറി പ്രിവെൻഷനിലൂടെ ഫോക്കസ് ചെയ്തത്. ഇനി എന്താണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ? സെക്കൻഡറി പ്രിവെൻഷൻ റെഫേഴ്സ് ടു ഡിക്രീസിങ് ദ ഡ്യൂറേഷൻ ഓഫ് ഡിസോർഡർ. ഓക്കെ, ഈവൻ ദോ വി ആർ ടേക്കിംഗ് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ഡിസീസസ്, some persons will be getting some diseases. Okay, psychiatric disorders. If they suffering from some disorder or psychiatric disorder, we will give appropriate treatment for them. ഏർലി ഡയഗ്നോസ് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ അതിനെ തിരിച്ചറിഞ്ഞ് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡറി പ്രിവെൻഷൻ. റെഡ്യൂസ് ദ ഡ്യൂറേഷൻ ഓഫ് ഡിസോർഡേഴ്സ്, അതായത് ആ ഒരു അസുഖം ഉള്ള സമയത്തിൻ്റെ അളവ് കുറയ്ക്കുക, എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതിനാണ്. ഇനി ടെർഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെഡ്യൂസ് ദ ലെവൽ ഓഫ്, ഈവൻ ദോ വി കാൺ ട്രീറ്റ് കംപ്ലീറ്റ്ലി ദാറ്റ് പേഷ്യൻറ്റ്, we can take measures to reduce the impairment. Same like fundamentals of nursing, ഇവിടെയും അവിടെയും ഒന്ന് തന്നെയാണ്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി 3 ലെവലാണ് ഇവിടെ പറയുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളുകൾക്ക് സൈക്കാട്രിക് ഇൽനെസ് വരാതിരിക്കാൻ നോക്കുക, അതിന് വേണ്ട മെഷേഴ്സ്, അതാണ് പ്രൈമറി പ്രിവെൻഷൻ. ഇനി ആളുകൾക്ക് അസുഖങ്ങൾ വന്നാൽ അവയുടെ ഏർലി ട്രീറ്റ്മെൻറ്റ്, അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഏർലി ഡിറ്റക്ഷൻ ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അതിൻ്റെ ഡ്യൂറേഷൻ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്ത പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പോലും അവയുടെ ഡിസബിലിറ്റി അല്ലെങ്കിൽ അവയുടെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാക്സിമം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടെർഷറി prevention. These are the 3 levels of prevention in psychiatry explained by Gerald Kaplan. ഓക്കെ, അപ്പം നമ്മൾ ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അടുത്ത് വായിക്കാൻ പോകുന്നത്. വായിക്കട്ടെ? അപ്പോൾ നിങ്ങൾ റെഡി ആണല്ലോ കേൾക്കാൻ? ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം, മറന്നു പോകരുത്. ഓക്കെ, ഇനി അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എഴുതുക. നിങ്ങൾ പഠിച്ചു എങ്കിൽ പഠിച്ചു എന്ന് എഴുതുക. ഹൗ ഇറ്റ് ഈസ് യൂസ്ഫുൾ അതൊന്ന് ജസ്റ്റ് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ബുക്കാട്ടോ, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ എന്നോട് ഷെയർ ചെയ്യാനുള്ളത്, യു ക്യാൻ പുട്ട് എ മെസ്സേജ്. ഓക്കെ, അതുപോലെ ലൈക്ക് ചെയ്യുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷനിൽ പോകുകയാണ്. ഫസ്റ്റ് വൺ, പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി പ്രിവെൻഷൻ സീക്സ് ടു പ്രിവെൻറ്റ് ദ ഒക്കുറൻസ് ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ് ബൈ സ്ട്രെങ്തനിങ് ഇൻഡിവിജ്വൽ, ബൈ സ്ട്രെങ്തനിങ് ഫാമിലി ആൻഡ് ബൈ സ്ട്രെങ്തനിങ് ഗ്രൂപ്പ് കോപ്പിംഗ് എബിലിറ്റീസ്.
അതായത് നമ്മളെയും നമ്മുടെ ഫാമിലിയെയും നമ്മുടെ സമൂഹത്തിനെയും സ്ട്രെങ്തൻ ചെയ്ത് സ്ട്രോങ്ങർ ആക്കി മെൻ്റൽ ഡിസോർഡേഴ്സ് വരുന്നത് തടയുക. അതാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് നമുക്ക് ഡിസീസസ് ഒന്നും വരാതെ ഐ ആം മെൻ്റലി ഹെൽത്തി. സോ I will be in the primary prevention level because I will be taking the action to strengthen myself, my family, my society. That is primary prevention. അപ്പോൾ പ്രൈമറി പ്രിവെൻഷനിൽ അടുത്ത ഒരു സെൻറ്റൻസ്, ജസ്റ്റ് ഒരു സെൻറ്റൻസേ ഉള്ളൂ. റോൾ ഓഫ് നഴ്സ്. ആസ് എ നഴ്സ്, വാട്ട് ഈസ് അവർ റോൾ ഇൻ പ്രൈമറി പ്രിവെൻഷൻ? Community mental health nurses are in a key position to identify individual, family, group needs, conflicts and stresses. ആസ് എ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സ്, അതായത് നമ്മൾ ക്ലിനിക്കലി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലുള്ള നഴ്സസിന് അത് അറിയാൻ പറ്റത്തില്ല. കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് നഴ്സസ് ഉണ്ട്. മെൻ്റൽ ഹെൽത്ത് നഴ്സസ്, അതായത് സൈക്കാട്രിയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിനെയാണ് മെൻ്റൽ ഹെൽത്ത് നഴ്സസ് എന്ന് പറയുന്നത്. അതിലും കമ്മ്യൂണിറ്റിയിൽ ചെന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഈ പ്രൈമറി പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. കാരണം നോർമലി മെൻ്റൽ ഹെൽത്ത് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഹോസ്പിറ്റലിൽ വരത്തില്ല, അല്ലേ? അപ്പോൾ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് നഴ്സസ് ആണ് ഇതിലൊരു കീ റോൾ അവർക്കുള്ളത്. അവർ ഓരോ ഫാമിലിയിൽ പോകുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുടെ പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ആ സമയത്ത് നമുക്കറിയാൻ പറ്റും how individuals, each and every individual, how they are behaving, how they are leading their life, what are the risks they are facing to get a psychiatric disorders. അത് മനസ്സിലാക്കി അവരെ ആ ഹൈ റിസ്ക് ഗ്രൂപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ അതിൽ നിന്നും നമ്മൾ ആ ഒരു ഡിസീസസ് വരാതെ തടയുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ റോള്. ഇനി ഈ ഒരു പ്രൈമറി പ്രിവെൻഷൻ നമ്മൾ പറയുമ്പോൾ ഈ ഡിസീസസ്, മെൻ്റൽ ഹെൽത്ത് ഡിസീസസ് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുക? അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഓരോ വ്യക്തിയെ നോക്കും, ഫാമിലിയെ നോക്കും, ചില ഗ്രൂപ്പുകളെ നോക്കും, അല്ലേ? അപ്പം നമുക്ക് ആദ്യത്തെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷനാണ്. അതായത് ഓരോ വ്യക്തിയെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ഇൻ്റർവെൻഷനാണ്. ഓക്കെ, അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഞാൻ പ്രൈമറി പ്രിവെൻഷനിൽ വരുന്ന ആക്ടിവിറ്റീസ് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ. സെക്കൻഡ് വൺ, ഇൻ്റർവെൻഷൻ ഓറിയൻറ്റഡ് ടു ദ ചൈൽഡ് ഇൻ ദ സ്കൂൾ. തേർഡ് വൺ, ഫാമിലി സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ. നെക്സ്റ്റ്, ഇൻ്റർവെൻഷൻ ഓറിയൻറ്റഡ് ടു കീപ് ഫാമിലി ഇൻടാക്ട്. ഇൻ്റർവെൻഷൻസ് ഫോർ ഫാമിലീസ് ഇൻ ക്രൈസിസ്. മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രൈമറി പ്രിവെൻഷനകത്ത് വരുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ. ഫസ്റ്റ് പോയിന്റ്, ആൻറ്റിനേറ്റൽ കെയർ ടു ദ മദർ ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ഹർ റിഗാർഡിംഗ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഇറേഡിയേഷൻ, സർട്ടൺ ഡ്രഗ്സ് ആൻഡ് പ്രിമച്യൂരിറ്റി. അതായത് ഹൂ ഈസ് ആൻറ്റിനേറ്റൽ മദർ? ഹൂ ഈസ് pregnant woman is known as antenatal mother. Okay, pregnant woman is known as antenatal mother. ആൻറ്റിനേറ്റൽ ആയിട്ടുള്ള അതിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു മദറിനോട് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. സോ യു ഷുഡ് ടേക്ക് കെയർ യുവർ സെൽഫ് ബിക്കോസ് ബേബി ഈസ് ഇൻ യുവർ വൂംബ്, അല്ലേ? സോ ആ റേഡിയേഷൻസ് ഒന്നുള്ള സ്ഥലത്ത് പോകരുത്, ഫോൺ അധികം ഉപയോഗിക്കരുത്, അങ്ങനെ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. പ്രിമച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, പ്രിമച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് മാസം തികയാതെ പ്രസവിക്കുക, അതുപോലെയുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഇതൊക്കെ എന്താണ് മെൻ്റൽ ഹെൽത്തുമായിട്ട് പ്രോബ്ലംസ്, കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന്, മെൻ്റലി ഹെൽത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കാര്യങ്ങളെല്ലാം നമ്മൾ അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷന് ഒരു ആക്ടിവിറ്റിയാണ്. രണ്ടാമത്തത്, എൻഷുറിങ് timely and efficient obstetrical assistance to guard against ill effects of anoxia, injury to the newborn at birth. അതായത് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേയും കുഞ്ഞ് ജനിച്ചതിന് ശേഷവും കറക്റ്റായിട്ട് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള കെയർ കൊടുക്കുക. ഓക്കെ, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ എന്തൊക്കെ ഇഞ്ചുറീസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അതിലവിടെ ന്യൂട്രീഷൻ്റെ ഇമ്പാക്ട്സ് എന്താണ്, ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി അതുപോലെ എനി ഇൻഫൻസ്, ജനിച്ചു കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് മെറ്റബോളിക് പരമായിട്ടുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സ്, ഡയബറ്റിക്സ് മെലിറ്റസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ജോണ്ടിസ്, ഇതുപോലെ വല്ല എന്തെങ്കിലും കിഡ്നി പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് കുഞ്ഞു കുട്ടികൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ
അതിന് വേണ്ടിയിട്ട് ഡയറ്ററി കർഷകർക്ക് എന്തൊക്കെ ആഹാരങ്ങൾ കൊടുക്കണം, നമ്മൾ എന്തൊക്കെ ആഹാരങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം, അത് എത്ര അളവിൽ കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള കറക്ഷൻസ്, എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, ഏത് സമയത്താണ് നമ്മൾ ഗുളിക കഴിക്കേണ്ടത്, തൈറോയിഡ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക്, ഡയബറ്റീസ് മെൽറ്റസ് ഉള്ളവർക്ക് ആഹാരം കഴിച്ചിട്ടാണോ, ആഹാരം കഴിക്കുന്നതിന് മുന്നേ ആണോ, രാവിലെയാണോ, വൈകിട്ടാണോ, ആ ടൈമിന് മെഡിക്കേഷൻ എടുക്കേണ്ട ഉത്തരവാദിത്തം, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം നമ്മൾ ഈച്ച് പേഴ്സണിന് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ദിസ് ഇസ് എ ഫസ്റ്റ് ആക്ടിവിറ്റി ഇൻ പ്രൈമറി ഇൻ്റർവെൻഷൻ. ഓക്കെ, പ്രൈമറി ഇൻ്റർവെൻഷനിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ് ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. നമ്മളത് പറഞ്ഞു. ഇനി രണ്ടാമത്തത് ഓക്കെ, 1-2 പോയിന്റ്സ് കൂടെ അതിന് ബാക്കിയുണ്ട്, അതുകൊണ്ട് പറയാം. ലിബറേഷൻ ഓഫ് ലോസ് റിഗാർഡിംഗ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി വെൻ ഇറ്റ് ഈസ് അൺവാണ്ടഡ്. അതായത് എന്താ ചെയ്യുക, നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ചെന്ന് ഓരോ വലിയ സാഹചര്യങ്ങൾ അറിയുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് അവർക്ക് വേണ്ടാത്ത പ്രഗ്നൻസി, നമ്മുടെ നാട്ടിലൊന്നും അത് അത്ര പെർമിറ്റഡ് അല്ല, പുറം രാജ്യങ്ങളിലാണെങ്കിൽ നമുക്ക് അൺവാണ്ടഡ് പ്രഗ്നൻസി, അവർക്ക് വേണ്ടാത്ത പ്രഗ്നൻസി. അമ്മയും അച്ഛനും എപ്പോഴും റെഡി ആയിരിക്കണം, മാനസികമായിട്ട് അവർ റെഡി ആയിരിക്കണം, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ റെഡി ആയിരിക്കണം. എന്നാൽ മാത്രമേ അവർ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ടെർമിനേഷൻ അല്ലെങ്കിൽ MTP ചെയ്യണം. അതിനെക്കുറിച്ചുള്ള പറഞ്ഞു കൊടുക്കുക. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഫോർ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ലൈക്ക് ബ്ലൈൻഡ്, ഡെഫ്, മ്യൂട്ട്, മെൻ്റലി സബ് നോർമൽ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക. അതെല്ലാം ഇൻഡിവിജ്വൽ അറ്റൻഷനാണ്. അതായത് നമ്മൾ പറയുന്നത് ചിലപ്പോൾ കണ്ണ് കാണാൻ പറ്റാത്ത, കാഴ്ചശക്തി ഇല്ലാത്ത, കേൾവി ശക്തി ഇല്ലാത്ത, സംസാരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മെൻ്റലി സബ് നോർമൽ ആയിട്ടുള്ള കുട്ടികളുണ്ടാകും ചില വീടുകളിൽ. അപ്പോൾ അവർക്ക് വേണ്ട ട്രെയിനിങ്, അവർക്ക് എങ്ങനെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതും അടുത്തൊരു ഇൻ്റർവെൻഷനകത്ത്, ആ ഒരു ഇൻഡിവിജ്വലി ഉള്ള അറ്റൻഷനകത്ത് വരുന്നതാണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ കൗൺസിലിംഗ് കൊടുക്കുക. കൗൺസിലിംഗ് ദ പാരൻസ് ഓഫ് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ വിത്ത് പർട്ടിക്കുലർ റെഫറൻസ് ടു നാച്ചർ ഓഫ് ഡിഫക്ട്സ്. ദ പാരൻസ് നീഡ് ടു അക്സെപ്റ്റ് ആൻഡ് ഇമോഷണലി സപ്പോർട്ട് ദ ചൈൽഡ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ലിമിറ്റഡ് ഗോൾസ് ഇൻ ദ ഫീൽഡ് ഓഫ് അച്ചീവ്മെൻറ്റ്. അതായത് ഇവിടെ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ അച്ഛനോ അമ്മയോ ഫുള്ളി ഹെൽത്തി ആയിരിക്കും, മക്കൾ ചിലപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മളവരെ ബ്ലെയിം ചെയ്യുകയല്ല വേണ്ടത്. വി ഷുഡ് ലേൺ ഹൗ വി ക്യാൻ take care of our child, even though they are mentally handicapped or physically handicapped. If they have any diseases, we should learn how to take care of our son or daughter. അല്ലേ, മക്കളെ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് പഠിച്ച് അവർക്ക് ഇമോഷണലി സപ്പോർട്ട് കൊടുത്ത് നമ്മുടെ സിറ്റുവേഷൻസ് അക്സെപ്റ്റ് ചെയ്ത് അവർ മുന്നോട്ട് നീങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കണം അവർക്ക്. പിന്നെ ഫോസ്റ്ററിങ് ബോണ്ടിങ്. ചില വീടുകളിൽ അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കില്ല, അമ്മയും മകളും പരസ്പരം സംസാരിക്കില്ല. ദാറ്റ് ഈസ് എ മെയിൻ കോസ് ഓഫ് മെൻ്റൽ ഇൽനെസ്സസ് in our society. So everyone should maintain a good bonding between them. അല്ലെ, നിസ്സാരമായ കാര്യങ്ങൾക്ക് ആളുകൾ തമ്മിൽ വളരെ നിസ്സാരമായ, മറ്റൊരാൾ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കുന്ന ഒരു കാരണമായിരിക്കും, വളരെ നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വീട്ടിലുള്ള ആളുകൾ തമ്മിൽ അടികൂടുക അല്ലെങ്കിൽ വഴക്കുകൂടുക. അവിടെ ബോണ്ടിങ് ആണ് നഷ്ടപ്പെടുന്നത്, പരസ്പരമുള്ള ഒരു ബന്ധമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെയല്ല, യു ആർ ലൂസിങ് യുവർ ലൈഫ്. നിസാരമായ കാര്യങ്ങൾക്ക് നമ്മൾ വഴക്കിടുമ്പോൾ വി ആർ ലൂസിങ് അവർ ഹാപ്പിനെസ്, വി ആർ ലൂസിങ് അവർ മെൻ്റൽ ഹെൽത്ത്, അല്ലെ, നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം നമ്മൾ നശിപ്പിക്കുകയാണ്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇത് ഓരോ വ്യക്തികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഇതെല്ലാം എന്തിൻ്റെ കീഴിൽ വരുന്നത്, ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷനകത്ത് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർവെൻഷൻ ഓറിയൻറ്റഡ് ടു ദ ചൈൽഡ് ഇൻ ദ സ്കൂൾ. അതായത് നമ്മൾ വീടുകളിലല്ല പോകുന്നത്, കമ്മ്യൂണിറ്റിയിലല്ല അവിടെ കെയർ കൊടുക്കാൻ പോകുന്നത്, പകരം നമ്മൾ സ്കൂളുകളെ ഫോക്കസ് ചെയ്ത് സ്കൂളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻ്റർവെൻഷൻ. എന്തൊക്കെ ചെയ്യാൻ നമുക്ക്, ടീച്ചിങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു പാരൻസ് ആൻഡ് ടീച്ചർ. നമുക്ക് സ്കൂളിൽ പോയി കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അച്ഛനമ്മമാർക്ക്, പാരൻസിന് ടീച്ചിങ് പറഞ്ഞു കൊടുക്കാം. അതുപോലെ ടീച്ചേഴ്സ് ഓൾസോ ഹാവിങ് മെയിൻ റോൾ ഇൻ ചിൽഡ്രൻ ഗ്രോത്ത്. Is it their main observer of children? അല്ലെ, സ്റ്റുഡൻസിൻ്റെ മെയിൻ ഒബ്സർവർ എന്ന് പറയുന്നത് ടീച്ചറാണ്. അപ്പോൾ കൂടുതൽ സമയം കുട്ടികൾ ചെലവഴിക്കുന്നത് ടീച്ചേഴ്സിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ദേ ഷുഡ് ഹാവ് എ കംപ്ലീറ്റ് ഐഡിയ അബൌട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ് ഓഫ് സ്കലാറ്റിക് പെർഫോമൻസ് ആൻഡ് ഇമോഷണൽ ഡിസ്റ്റർബൻസ് എമംഗ് ചിൽഡ്രൻ
ആൻഡ് ഗിവിങ് ടൈംലി ഇൻ്റർവെൻഷൻ. ഏതെങ്കിലും ക്ലാസ്സുകൾ, ഓരോ ക്ലാസ്സുകളിലെയും ടീച്ചറോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആ സ്കൂളിലെ കുട്ടികൾ, വീക്കായിട്ടുള്ള സ്റ്റുഡൻസ്, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ, ഇമോഷണലി ഡിസ്റ്റർബൻസ് ഉള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് നമുക്ക് ഏർലി ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാനും ഒക്കെ പറ്റും. Okay, school teachers can be taught to recognize the beginning symptoms of problems and referring to appropriate agency. ഏതൊക്കെ കുട്ടികൾക്ക് എന്തൊക്കെ സിംറ്റംസ് കാണുമ്പോഴാണ് നമുക്ക് അതിലൊരു ഇൻഡിക്കേഷൻ ഇസ് എ വാർണിംഗ് സൈൻസ് ഓഫ് സൈക്കാട്രിക് ഇൽനെസ് എന്നെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. കാരണം എല്ലാ ദിവസവും നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ടീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇഫ് യു ആർ സീയിങ് ദീസ് ടൈപ്പ് ഓഫ് സിംറ്റംസ് ഇൻ ദ ചിൽഡ്രൻ, പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ആൻഡ് റെഫർ ടു അപ്രോപ്രിയേറ്റ് ഹോസ്പിറ്റൽസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് ടൈംലി ഇൻ്റർവെൻഷൻ ഇൻ ദ ചൈൽഡ് ഇൻ ഹോസ്പിറ്റൽസ്. ഇനി അടുത്തതാണ് ഫാമിലി സെൻറ്റേഡ്. നമ്മൾ ഇൻഡിവിജ്വൽ സെൻറ്റേഡ് പറഞ്ഞു, സ്കൂൾ ഇൻ്റർവെൻഷൻ പറഞ്ഞു, ഫാമിലി സെൻറ്റേഡ് ഇൻ്റർവെൻഷൻ ടു എൻഷുർ ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. ചില വീടുകളിൽ എപ്പോഴും നോക്കിയാലും ഭയങ്കരമായിട്ടുള്ള വഴക്കാണ് അല്ലേ, എപ്പോൾ നോക്കിയാലും വഴക്കാണ്. അങ്ങനെയുള്ള ഫാമിലീസ് നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഫാമിലി സെൻറ്റേർഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊടുക്കണം. ഒരു വീടാകുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും പരസ്പരം വിട്ടുവീഴ്ചയും സ്നേഹവും ആ ഒരു ബോണ്ടിങ്ങും വേണം. അതില്ലാത്ത ഫാമിലി ആണെങ്കിൽ ഓൾ ടുഗദർ ഫാമിലിക്ക് നമ്മളൊരു ഇൻ്റർവെൻഷൻ കൊടുക്കണം. അതെന്തൊക്കെയാണ്? കൺസൾട്ടിങ് വിത്ത് പാരൻസ് അബൌട്ട് അപ്രോപ്രിയേറ്റ് ഡിസിപ്ലിനറി മെഷേഴ്സ്, പ്രൊമോട്ടിങ് ഓപ്പൺ ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫാമിലി. അതായത് നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കുക, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണ്, എന്തുകൊണ്ടാണ് അവരുടെ ഫാമിലി ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ആക്ച്വലി ദേ ഡിഡ്ന്റ് ഹാവ് മച്ച് പ്രോബ്ലം, ഓക്കെ, ബട്ട് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ബോണ്ടിങ്, പരസ്പരമുള്ള സഹകരണമില്ലാത്തത്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് എപ്പോഴും ഫാമിലീസിൽ പ്രശ്നം ഉണ്ടാകുന്നത്. സോ വി ഷുഡ് എക്സ്പ്ലെയിൻ what is the need of maintaining a harmonious relationship between family members. What your son and daughter learning from you. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ എന്താണ് നിങ്ങളിൽ നിന്ന് പഠിച്ചെടുക്കുന്നത്, അത് ശരിയായ രീതിയിലാണോ വരുന്നത്. യു ആർ സ്പോയിലിംഗ് ചിൽഡ്രൻസ് ലൈഫ്. ഇതൊക്കെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിന് ഫാമിലി സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ. നെക്സ്റ്റ് ഇൻ്റർവെൻഷൻ ഓറിയൻറ്റഡ് ടു കീപ് ഫാമിലി ഇൻടാക്റ്റ്. അത് നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരെങ്ങനെയാണ് ഫാമിലി നമുക്ക് സന്തോഷമായിട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നു. ഹോം മേക്കർ സർവീസസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതുപോലെ പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. എഡ്യൂക്കേഷണൽ സർവീസസ് പ്രൊമോട്ട് ചെയ്യുന്നു. സോഷ്യൽ സപ്പോർട്ട് സ്ട്രെങ്തൻ ചെയ്യുന്നു. അതുപോലെ മെൻ്റൽ ഹെൽത്ത് സർവീസസും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ പറയുന്ന ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ഫാമിലി ഇൻടാക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇഫ് എനി ഫാമിലി ഫേസിങ് എനി ക്രൈസിസ്, ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഓൾസോ വി ക്യാൻ ഹെൽപ്പ് ദം. Like we can take them to mental hygiene clinics, first aid center, walking clinics, like so many care facilities are available. We can ask them to come to these areas. They will get proper care and help. Okay, this is പ്രൈമറി ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വലിച്ചു വാരി എഴുതണ്ട. പ്രൈമറി ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ റോൾ ഓഫ് നഴ്സ് എന്താണ്, അതിൽ എന്തൊക്കെ തരത്തിലുള്ള ഇൻ്റർവെൻഷൻ, ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ, ഓരോ വ്യക്തികൾക്കുള്ള എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും, സ്കൂളിൽ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും, പിന്നെ ഒരു ഫാമിലിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവരുടെ മെൻ്റൽ ഹെൽത്തും അല്ലെങ്കിൽ ബോണ്ടിങ്ങും ക്രൈസിസും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടും ബോണ്ടിങ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റും. ദീസ് ആൾ ഫോക്കസിങ് ഓൺ പ്രിവെൻഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത്. Here we are not identifying any diseases. We are just focusing how we can prevent mental health illness. Next, mental health education. Same what and all I told, the same point only. We are educating health workers regarding mental health illness. We are educating teachers about the mental health illness and warning signs of students and children. Or we are teaching family about how to maintain harmonious relationship, how we can decrease drug abuse, how you can reduce alcohol use, how you can avoid suicidal thought. ഓക്കെ, ഇതെല്ലാം നമ്മളവർക്ക് മെൻ്റലി ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഇതെല്ലാം പ്രൈമറി ഇൻ്റർവെൻഷനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത
രണ്ടാമത്തതാണ് സെക്കൻഡറി ഇൻ്റർവെൻഷൻ. സെക്കൻഡറി ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഡിസീസ് വന്നാൽ, ഡിസീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പനിയോ ചുമയോ അല്ല, ഇവിടെ നമ്മൾ പറയുന്നത് ജെറാൾഡ് കപ്ലാൻ പറഞ്ഞത് സൈക്കാട്രിയുടെ ഡിസീസ്, സൈക്കാട്രിക് ഇൽനെസ്സിനെ കുറിച്ചാണ്. ഇഫ് വി ആർ സഫറിങ് ഫ്രം എനി ഡിസീസസ്, we should identify the disease early, okay, as much as early as possible. We will identify the disease and we will give proper treatment, appropriate ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് we will treat as early as possible. നമ്മൾ ആ പേഷ്യൻറ്റ് ക്യൂർ ആക്കുന്നു, അല്ലെ, ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പെട്ടെന്ന് തന്നെ ക്യൂർ ആക്കുന്നു. അതാണ് സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ ടാർഗറ്റ്സ് പീപ്പിൾ ഹൂ ഷോ ഏർലി സിംറ്റംസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് ഡിസ്റപ്ഷൻ ബട്ട് റീഗെയിൻ പ്രീ മോർബിഡ് ലെവൽ ഓഫ് ഫങ്ഷനിങ് ത്രൂ അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ഏർലി ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡറി പ്രിവെൻഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടെ നേഴ്സിൻ്റെ റോൾ എന്താണ്? ഏർലി ഡയഗ്നോസിസ് ആൻഡ് കേസ് ഫൈൻഡിങ്, ദാറ്റ് ഈസ് എ ഫസ്റ്റ് റോൾ. നമ്മുടെ ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ എഡ്യൂക്കേറ്റിംഗ് ദ പബ്ലിക്, കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, Mahila Mandals, Balwadis, etc. is how to recognize early symptoms of mental illness, case finding through screening and periodic examination of population at risk, monitoring of patients, etc. Thus in clinics, schools, home health care and workplace, community mental health nurses detect early signs of increased level of anxiety, decreased ability to cope with stress, failure to perceive self, environment and reality accurately and provide direct services as appropriate. ആദ്യത്തെ ആ പോയിന്റിനകത്ത് വേറെ ഒന്നുമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആസ് എ കമ്മ്യൂണിറ്റി മെൻ്റൽ ഹെൽത്ത് നഴ്സ് വി വിൽ എഡ്യൂക്കേറ്റ് എവ്രി വൺ വാട്ട് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് മെൻ്റൽ ഇൽനെസ്സസ്, ഹൗ ടു ഐഡൻറ്റിഫൈ ഏർലി സിംറ്റംസ്, ആദ്യം ഉണ്ടാകുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്. ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ റിസ്ക് ഉള്ള ആളുകളായി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മൾ അവർക്ക് പ്രത്യേക സ്ക്രീനിങ് നടത്തണം, അവർക്ക് പീരിയോഡിക് എക്സാമിനേഷൻസ് നടത്തണം, അല്ലേ. അത് നടത്തി അവരെ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസിലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതാണ് ഏർലി ഡയഗ്നോസിസ് ആൻഡ് കേസ് ഫൈൻഡിങ്. അല്ലാതെ സിവിയർ ആയതിനു ശേഷം നമുക്ക് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞതല്ല. രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത് ഏർലി റെഫറൻസ്. ഈ വെൻ വി ഫൗണ്ട് എ പേഴ്സൺ വിത്ത് റിസ്ക് ഫോർ, അല്ലെങ്കിൽ പേഴ്സൺ സഫറിങ് ഫ്രം മെൻ്റൽ ഇൽനസ്, ആസ് സൂൺ ആസ് വി വിൽ റെഫർ ദാറ്റ് പേഷ്യൻറ്റ് ടു അപ്രോപ്രിയേറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി, പ്രോപ്പർ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ആ പേഴ്സണിനെ റെഫർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ചെയ്യുക. എന്തൊക്കെ സിംറ്റംസ് ആണോ വന്നത്, അവർ ചെറിയ സിംറ്റംസ്, പെട്ടെന്ന് ദേഷ്യം വരുന്നവരെല്ലാവരും സൈക്കാട്രിക് ഡിസോർഡർ ആണോ? ഇല്ല. അതിൽ നമ്മൾ സ്ക്രീനിങ് ചെയ്ത് അതിൽ എന്താണ് അവരുടെ എക്സാക്ട് പ്രോബ്ലംസ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതും റോൾ ഓഫ് നേഴ്സാണ്. പിന്നെ അടുത്ത റോൾ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ, ഓക്കെ വി ഫൗണ്ട് ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് ഹാവിങ് ദിസ് ഡിസീസ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, റെലവൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതും നമ്മുടെ റോളുണ്ട്. പിന്നെ നഴ്സസിൻ്റെ റോളുണ്ട്. അതുപോലെ മറ്റു ഹെൽത്ത് പേഴ്സണൽസിന് വേണ്ട ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുക. അതുപോലെ കൺസൾട്ടേഷൻ സർവീസസ് നമ്മൾ നടത്തുക. അതുപോലെ ക്രൈസിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ക്രൈസിസ് ഇൻ്റർവെൻഷൻസും നടത്തുക. ലൈക്ക് ക്രൈസിസ് എന്ന് പറയുമ്പോൾ സൂയിസൈഡ് പോലെയുള്ള സൂയിസൈഡൽ ക്രൈസിസ് ഒക്കെ ഉണ്ട്, അല്ലേ. അതുപോലെയുള്ള അതിനുവേണ്ട പ്രിവെൻഷൻസ്, നമുക്ക് അവരെ എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇൻ്റർവെൻഷൻസ് ഒക്കെ നമ്മൾ നടത്തുക. അപ്പോൾ നമ്മുടെ റോൾ ഓഫ് നേഴ്സ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, our role as a mental health nurse, our role is to educate public how they can identify mental health disorder warning signs. So if they found like that any person at a risk, we should screen that person, we should identify, we should do periodic examination. When we find okay, this person is having some mental health problems, we shouldn't do referral. We should refer that person to some experts. Then we will do screening programs. Then if we found out that that person is suffering from schizophrenia or that child is hyperactive child, then we will give proper treatment. ഓക്കെ, അതിനുശേഷം നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും, കൺസൾട്ടേഷൻ നടത്തും, പിന്നെ ക്രൈസിസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രൈസിസ് ഇൻ്റർവെൻഷൻസും നടത്തുന്നു. ഇതാണ് റോൾ ഓഫ് നഴ്സ്. ഓക്കെ, അത് സെക്കൻഡറി പ്രിവെൻഷൻ.
ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് ടെർഷറി പ്രിവെൻഷൻ. ടെർഷറി പ്രിവെൻഷൻ ഞാൻ പറഞ്ഞു, നമുക്ക് സെക്കൻഡറി പ്രിവെൻഷനിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസബിലിറ്റി, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാക്സിമം റിഡ്യൂസ് ചെയ്യുക. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മാക്സിമം റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ടെർഷറി പ്രിവെൻഷൻ്റെ ലക്ഷ്യം. ഓക്കെ, പേഷ്യൻറ്റിന് അത് സിവിയാരിറ്റികളിലോട്ട്, അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോകാതെ നമുക്ക് മാക്സിമം അവരെ ക്ലിയർ ആയിട്ട് എങ്ങനെ നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ സഹായിക്കാം. അതാണ് നമ്മുടെ ടെർഷറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് നമ്മുടെ റോള്? ഫാമിലി മെമ്പേഴ്സ് ഷുഡ് ബി ഇൻവോൾവ് ആക്റ്റീവ്ലി ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രോഗ്രാം. അതായത് നമ്മളൊരു പേഷ്യൻറ്റിന് ഒരു സൈക്കാട്രിക് ഇൽനെസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവരെ കൊണ്ടുവന്ന് നമ്മളൊരു ലോക്ക് ഇട്ട ഒരു റൂമിനകത്തിട്ട് അടച്ചിടുകയല്ല. നമ്മൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുപാട് അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ കെയറുമായിട്ട് ഉൾപ്പെടുത്തണം. അപ്പോൾ സ്വന്തം ഫാമിലി മെമ്പേഴ്സുമായിട്ട് അവർ ഇടപഴകുമ്പോൾ അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതുപോലെ അവർക്ക് നോർമൽ, അവർ അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞുവെങ്കിൽ അവർക്ക് റിക്രിയേഷണൽ ആയിട്ടുള്ള, അതായത് ഹോസ്പിറ്റൽ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളൊരു ഫെസിലിറ്റി, ആ ഒരു ഫീലിംഗ് ഉണ്ടാകാതെ ഒക്യുപ്പേഷൻ, ചെറിയ ചെറിയ ക്രാഫ്റ്റ്സ് വർക്ക്, അവരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വർക്ക്സ്, ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിലോട്ട് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അത് അടുത്ത റോൾ ഓഫ് നഴ്സാണ്. പിന്നെ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാംസ് ഉണ്ട്. ഫാമിലി മെമ്പേഴ്സിന് ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്താലും അവരെന്ത് ചെയ്യുക? അവരെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ബേസ്ഡ് പ്രോഗ്രാംസിലൊക്കെ ഉൾപ്പെടുത്തുക. ചെറിയ ചെറിയ ക്ലിനിക്കുകളിലും ഇടയ്ക്കിടയ്ക്കുള്ള ഫോളോ അപ്പ് കെയറിന് വേണ്ടി കൊണ്ടുവരിക. ഇതൊക്കെയാണ് ടെർഷറി പ്രിവെൻഷനിൽ വരുന്നത്. അതുപോലെ കണ്ടിന്യൂസ് കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സും മെൻ്റൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനും ആ ഡിസ്ചാർജ്ഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിനും തമ്മിൽ, അതായത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, കംപ്ലീറ്റ് ട്രീറ്റ് ആയിട്ടില്ല എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു ഫോളോ അപ്പ് നമ്മളവിടെ ഉണ്ടാകണം. കണ്ടിന്യൂസ്ലി നമ്മൾ അവരുടെ കുറിച്ച്, നമുക്കൊരു പനി വന്ന ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പനി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആരും അവരെ വിളിച്ച് അന്വേഷിക്കാറില്ല. പക്ഷേ ഒരു മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഈവൻ ദോ ഗോട്ട് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ വി ഷുഡ് ഡു ഫോളോ അപ്പ്. ഓക്കെ, നമ്മളവിടെ കണ്ടിന്യൂസ് ഒരു കോണ്ടാക്റ്റും ഫോളോ അപ്പും റീമോട്ടിവേഷനും റീസോഷ്യലൈസേഷനും ഒക്കെ നമ്മൾ നടത്തണം. while using resources which is available to us. നമുക്ക് എന്തൊക്കെ റിസോഴ്സസ് അവൈലബിൾ ആണോ ആ റിസോഴ്സസ് വെച്ചുകൊണ്ട് നമ്മൾ അവരെ ഫോളോ അപ്പ് കെയർ ചെയ്യുക. അവർക്ക് വേണ്ട മെൻ്റൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും നമ്മൾ കൊടുക്കുക. ഓക്കെ, ദാറ്റ് ഈസ് അവർ റോൾ. ഓക്കെ, അതുപോലെ കുറേ പോയിന്റ്സ്. ഇതൊന്നും നമുക്ക് നമ്മുടെ നാട്ടിലുള്ളതല്ല, പക്ഷേ കമ്മ്യൂണിറ്റി ലിവിങ് പ്രോഗ്രാംസ്, സ്റ്റെയിൻ ആൻഡ് ടെസ്റ്റ്, അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലുള്ള. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്നത് 5 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരിക. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള പോയിന്റ്സ് ആയി. നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ആരാണിത് കൊണ്ടുവന്നത്, അതിൽ എത്ര ലെവലാണുള്ളത്, പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ, സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ, ടെർഷറി പ്രിവെൻഷൻ എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അതിന് പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ള മെയിൻ ഹെഡിങ് കൊടുത്ത് അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അതിൽ റോൾ ഓഫ് നഴ്സ് എന്താണെന്നും, പ്രൈമറി പ്രിവെൻഷനിലാണ് നമുക്ക് കൂടുതൽ കണ്ടന്റ് ഉള്ളത്. എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് ആണ് അതിനകത്ത് വരുന്നത്? ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ വരുന്നുണ്ട്, പിന്നെ സ്കൂൾ ഗോയിങ് ചിൽഡ്രനുള്ള ഇൻ്റർവെൻഷൻ വരുന്നുണ്ട്, ഫാമിലി സെൻറ്റേർഡ് ഇൻ്റർവെൻഷൻ വരുന്നുണ്ട്, ഫാമിലി ഇൻടാക്റ്റ് ആക്കാനുള്ള ഇൻ്റർവെൻഷനും ഫാമിലി ക്രൈസിസിൽ നമുക്ക് ഇൻവോൾവ് ആകാനുള്ള ഇൻ്റർവെൻഷൻസും വരുന്നുണ്ട്. പിന്നെ മെൻ്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർ ഏർലി ഡയഗ്നോസിസും പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആണ് വരുന്നത്. അവിടുത്തെ റോൾ ഓഫ് നഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് പോയിന്റ് ആയിട്ട് ഒരു 5-6 പോയിന്റ്സ്, ജസ്റ്റ് ചെറിയ പോയിന്റ്സ് എഴുതുക. അത് കഴിഞ്ഞ് ടെർഷറി പ്രിവെൻഷൻ, അവിടെ നമ്മളുടെ ലക്ഷ്യം കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക, മാക്സിമം ഡിസ്കംഫോർട്ട്, സിവിയാരിറ്റി, ഡിസബിലിറ്റിയും റെഡ്യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം കൊടുക്കുന്നു, ഒക്യുപ്പേഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ അവർ പഠിപ്പിക്കുന്നു, റിക്രിയേഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ പഠിപ്പിക്കുന്നു, ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷനും ഫോളോ അപ്പും നടത്തുന്നു, കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാംസ് നടത്തുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പോയിന്റിനകത്ത് ടെർഷറി പ്രിവെൻഷനകത്ത് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പാർട്ടാണ് നമ്മളിന്ന് പഠിച്ചു. വാർണിംഗ് സൈൻസ് ഓഫ് പുവർ മെൻ്റൽ ഹെൽത്തും പിന്നെ പ്രൊമോട്ടീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷനും. ഓക്കെ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് മെൻ്റൽ ഹെൽത്ത് സർവീസസ്. അത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 മാർക്കിന് ചോദിക്കാനുള്ള, 2 മാർക്കിന് ചോദിക്കാനുള്ള, 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ് അടുത്ത ക്ലാസ്. അപ്പോൾ ഇന്നും പഠിച്ച ഈ പോർഷൻസ് എല്ലാം പഠിച്ചതിന് ശേഷം നാളത്തെ ക്ലാസ് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അത് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ആദ്യത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ട്, മൂന്നാമത്തെ പാർട്ട്, ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ റെഫർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.